ഹായ്, നമ്മുടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ എല്ലാ തവണയും ചോദിക്കുന്നത് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നോക്കിക്കൊള്ളുക, 7ാമത്തെ ഷുവർ ക്വസ്റ്റ്യനായിട്ട് സീരീസിൽ നിങ്ങൾക്ക് 7ാമത്തെ ചോദ്യം ഇതാണ്. അതായത് പഠിച്ചിരിക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ശ്രദ്ധിച്ചോളൂ, ക്വസ്റ്റ്യൻ ഇതാണ്. Explain the profit maximization condition of a firm in the short run under perfect combination with the help of a diagram. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ചാപ്റ്ററാണ്. മിക്കവാറും നമുക്കറിയാം 4th ചാപ്റ്റർ അല്ലേ, മൈക്രോ എക്കണോമിക്സിലെ 4th ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളത് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? പെർഫെക്റ്റ് കോമ്പിനേഷൻ കൂടി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റി. ഇനി ഏത് ടൈമോ തന്നിട്ടുണ്ട്, ഏതാണ്? ഷോർട്ട് റൺ ആണല്ലേ. ഷോർട്ട് റൺ തന്നിട്ടുണ്ട്. കാരണം എന്താണ്? ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും 2 ഡയഗ്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി ഹെൽപ്പ് ചെയ്ത് അഥവാ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന കർവ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടീഷൻസ്. അപ്പോൾ നമുക്കറിയാം എത്ര കണ്ടീഷൻസ് ഉണ്ട്? നമുക്കറിയാം 3 കണ്ടീഷൻസ്, 1, 2 അങ്ങനെ 3 കണ്ടീഷൻസ് ആണ് എന്തിനുള്ളത്? പെർഫെക്റ്റ് കോമ്പിനേഷൻ ഉള്ളത് അല്ലേ. 3 കണ്ടീഷൻസ് ആണ് എന്തുള്ളത്? പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് കണ്ടീഷനാണ് കേട്ടോ. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് പ്രോഫിറ്റ് എന്ന് ആദ്യം പറഞ്ഞേക്കാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റിൽ നിന്നും, ഓക്കെ, ടോട്ടൽ കോസ്റ്റിൽ നിന്നും നമ്മുടെ ടോട്ടൽ റവന്യൂ കുറക്കാന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ യഥാർത്ഥത്തിൽ ടോട്ടൽ റവന്യൂവിൽ നിന്നും നമുക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്നും വേണം എന്ത് ചെയ്യാൻ? ചിലവ് കുറക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ വരുമാനത്തിൽ നിന്നും ചിലവ് കുറക്കുമ്പോൾ അഥവാ ടോട്ടൽ കോസ്റ്റ് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് അഥവാ ലാഭം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫേമിൻ്റെ ചിലവ് എന്ന് പറയുന്നത്, ഒരു ഫേമിൻ്റെ ചിലവ് അഥവാ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 2000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 2000 രൂപയാണ് പെർ ഡേ എന്ന് വിചാരിക്കാം. അതുപോലെ ഫേമിൻ്റെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 2800 രൂപയാണെന്ന് വിചാരിക്കുക, വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പ്രോഫിറ്റ് നമ്മൾ പൈ വെച്ചിട്ടാണ് കാണിക്കാറുള്ളത്. എത്ര വരിക? ഈ പറഞ്ഞ TR മൈനസ് TC ചെയ്താൽ കിട്ടും. എത്ര വാല്യൂ വരിക? 2800 മൈനസ് 2000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയാണ്? നമുക്ക് വരും 800 രൂപ അല്ലേ. അപ്പോൾ 800 രൂപയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്ന വരുമാനം എങ്ങനെ പരമാവധിയാക്കാം, മാക്സിമത്തിൽ എത്തിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ്, നമ്മുടെ മാർക്കറ്റിലെ പ്രൈസ് എന്തായിരിക്കണം? മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. എന്താണ്? മാർക്കറ്റ് പ്രൈസ് മാർജിനൽ കോസ്റ്റിന് തുല്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? മാർക്കറ്റ് പ്രൈസ് മാർജിനൽ കോസ്റ്റിന് തുല്യമായി വരിക. ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യം, അതിൻ്റെ കർവുകളുടെ ആദ്യത്തെ കർവ് പഠിക്കുന്നതിന് ഈ പറഞ്ഞ പ്രൈസ് ലൈൻ അല്ലേ. പ്രൈസ് ലൈൻ ഈസ് ഈക്വൽ ടു എന്തിന് തുല്യമാണ്? ആവറേജ് റവന്യൂവിന് തുല്യമാണ്, മാർജിനൽ റവന്യൂവിന് തുല്യമാണ്, അതേപോലെ ഡിമാൻഡിനും തുല്യമാണ്. ഈ 4 പെർഫെക്റ്റ് കോമ്പിനേഷൻ സെയിം ആയിട്ടാണ് വരാറുള്ളത്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? മാർക്കറ്റ് പ്രൈസ് എന്തിനു തുല്യമാണ്? മാർജിനൽ കോസ്റ്റിന് തുല്യമാണെന്ന് പറഞ്ഞത് അല്ലേ. മാർജിനൽ കോസ്റ്റിന് തുല്യമാണ്. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറഞ്ഞൂടെ? എങ്ങനെ പറയാം? മാർജിനൽ റവന്യൂ ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞൂടെ? അത് പറഞ്ഞൂടെ? പറയാൻ പറ്റും. കാരണം എന്താണ്? നമുക്കറിയാം അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൈസ് എന്തിന് തുല്യമാണ്? മാർജിനൽ റവന്യൂവിന് തുല്യമാണ്. അപ്പോൾ എന്താണ്? പ്രൈസ് ഈക്വൽ ടു MC എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോൾ എന്താണ്? മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി മാർജിനൽ കോസ്റ്റ് കർവ് ഒന്ന് വരച്ച് നോക്കാം. ഈ മാർജിനൽ കോസ്റ്റ് കർവ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണേ. യെസ്, മാർജിനൽ കോസ്റ്റ് കർവ് ഞാനിവിടെ വരച്ച് വെച്ചു. ഓക്കെ, മാർജിനൽ കോസ്റ്റ് കർവ് ഞാനിവിടെ വരച്ച് വെച്ചു. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, 2 പോയിന്റിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. 2 ഭാഗത്ത് തുല്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ 2 ഭാഗത്ത് നടക്കുന്നുണ്ട്. നമുക്ക് ആ പോയിന്റ് കൊടുക്കാം. A എന്നും കൊടുത്തു, അതേപോലെ B എന്നും പറഞ്ഞ് 2 പോയിന്റ്സ് കൊടുത്തു. ഓക്കെ, 2 പോയിന്റ്സ് കൊടുത്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് പറയുന്നത്, മാർജിൻ റവന്യൂവിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ഷുഡ് ബി അല്ലെങ്കിൽ പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് കർവ് ഷുഡ് കട്ട് MR ഫ്രം ബിലോ. ഓക്കെ, എന്ന് വെച്ചാൽ MRനെ MC എവിടുന്ന് കട്ട് ചെയ്യണം? MRനെ എവിടുന്ന് കട്ട് ചെയ്യണ്ടേ? ഫ്രം ബിലോ എന്ന് പറഞ്ഞു. ഓക്കെ, MRനെ എവിടുന്ന് കട്ട് ചെയ്യണം? ഫ്രം ബിലോയിൽ നിന്നാണ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു MC ഈക്വൽ ടു MR ആയിരിക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഈ പറഞ്ഞിരിക്കുന്ന MC MRനെ എവിടെ നിന്ന് കട്ട് ചെയ്യണം? ഈ പറയുന്ന താഴെ നിന്നും കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇത് എവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്? മുകളിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഇത് എവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്? താഴെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ വന്നതോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പോയിന്റ് A വെട്ടി കളയാൻ പകരം B മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ അതാണ് പറഞ്ഞത്, MC കട്ട് MR ഫ്രം ബിലോ. ഓക്കെ, MC കട്ട് MR ഫ്രം
ബിലോ എന്ന് പറയുന്ന കണ്ടീഷൻ പോയിന്റ് ബിയിൽ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ അല്ലേ. അഥവാ നമ്മൾ പറയുന്നുണ്ട് അതായത് എം സി ഈക്വൽ ടു എം ആർ എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം എന്തായിരിക്കണം, എം സി ഈസ് ഗ്രേറ്റർ ദാൻ എം ആർ ആയിരിക്കണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് എം സി എം ആർ തുല്യമായ ബി എന്ന് പറഞ്ഞ പോയിന്റിന് ശേഷം എന്താവണം, ഈ പറഞ്ഞിരിക്കുന്ന എം സി കർവ് എന്തായിരിക്കണം, അപ്പോർഡ് സ്ലോപ്പിംഗ് എന്ന് വെച്ചാൽ എം സി എം ആറിനേക്കാൾ കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ അവസാനത്തെ കണ്ടീഷനാണ് ഇൻ ദ ഷോർട്ട് റൺ ആണ് എന്താണ്, പ്രൈസ് ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി സി ആയിരിക്കണം. ലോങ് റണ്ണിലാണെങ്കിൽ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ സി ആയിരിക്കണം. അപ്പോൾ ഷോർട്ട് റൺ നമ്മളോട് ചോദിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി, പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി സി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് രണ്ട് രീതി വരക്കട്ടോ. ഒന്നുകിൽ നമുക്ക് വേണമെങ്കിൽ എ ബി സിയെ ഇതിലൂടെ കടത്തിവിടുന്ന പോലെ വരക്കാം. ഓക്കെ, ഇതിലൂടെ കടത്തിവിടുന്ന പോലെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സംഗതി ഇത്രേ ഉള്ളൂ, നമ്മുടെ എ ബി സി കർവ് ഇതാ ഇങ്ങനെ കടന്നു പോകുന്നത്. ഓക്കെ, ഇത് എ ബി സി കർവ് കടന്നു പോകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വരക്കാം. അതായത് എ ബി സി കർവ് ഈക്വലായിട്ട് പോകുന്നു, എ ബി സി കർവ് പോകുന്നു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് നമുക്ക് പറയാം. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ് ക്യൂ എന്ന് തന്നിരിക്കുന്നത്, ആ പ്രൈസ് ആണ് പി എന്ന് തന്നിരിക്കുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതിയേക്കാം അറ്റ് ബി എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് എ ബി സി കടന്നു പോകുകയാണെങ്കിൽ അല്ലേ, ഈ എ ബി സി ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, എ ബി സി 1 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അതിന് പകരം നമ്മുടെ എ ബി സി കർവ് ഇങ്ങനെയായിരുന്നു പോയിരുന്നെങ്കിൽ, അതായത് ബിലോ ആയിട്ട് പോകുകയാണെങ്കിൽ സംഗതി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് നോക്കുക. അതായത് നമ്മുടെ കർവ് ഇങ്ങനെയാണ് പോയിരുന്നെങ്കിലും എന്താണ്, എ ബി സി കർവ് രണ്ടാമത്തെ എ ബി സി കർവ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഈക്വലോ അല്ലെങ്കിൽ ലെസ് ദാനോ, ഗ്രേറ്റർ ദാൻ അല്ല ലെസ് ദാനോ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്, നമുക്കവിടെ കൊടുക്കാം B1 എന്ന് പറയുന്നതും ഒരു ഇക്വിലിബ്രിയം പോയിന്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഈ പറഞ്ഞ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം അപ്പോഴും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. ഈ 3 കണ്ടീഷൻസ് അഥവാ 3 കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഇടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. ഞാൻ 2 വരച്ച് വെച്ചാൽ മനസ്സിലാകാൻ വേണ്ടി വരച്ചാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ ചിത്രം വരക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ ആ ചിത്രം ഞാൻ അവിടെ കൊടുത്തിട്ട് നോക്കിയാൽ ഇവിടെ എ സി കർവ് കൊടുക്കുക, കാരണം എ സി എന്നല്ല നമുക്ക് എ വി സി എന്നിട്ട് വേണ്ടത്. എ വി സി കർവ് അങ്ങനെ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇക്വിലിബ്രിയം പോയിന്റ് ഏതായിരിക്കും, നമ്മുടെ ഈ പറഞ്ഞ ഇ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും ഇക്വിലിബ്രിയം വരുന്നത്. ഓക്കെ ഫൈൻ. ദെൻ നമുക്ക് അടുത്ത് നോക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമൈസേഷൻ്റെ ഗ്രാഫാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രാഫ് വരക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ഇത് വരച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വരച്ച് പഠിക്കാൻ ചെയ്യണം. പ്രൈസ് ഈക്വൽ ടു എം ആർ ഈക്വൽ ടു എ ആർ ഈക്വൽ ടു ഡിമാൻഡ് എന്ന് പറയുന്ന ലൈൻസ് വരച്ച് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ ഇതേ വരുള്ളൂ, ഇതിൻ്റെ മാർക്ക് സെക്യൂർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ എം സി കർവ് നമ്മൾ വരച്ച് വെച്ചു. ഇക്വിലിബ്രിയം പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവസാനം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന എ വി സി കർവ് ഇതിലൂടെ പാസ് ചെയ്ത് പോയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് എന്തിനാണ് പ്രശ്നം, നമുക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നമ്മൾ ജസ്റ്റ് അതിലൂടെ പാസ് ചെയ്ത് പോയിക്കോട്ടെ എന്ന് വെക്കുന്നു. ഓക്കെ, അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ വൃത്തിയായിട്ട് പോയിട്ടില്ല, ഇതാ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇനി അവസാനമായിട്ട് ഇതും കൂടി വരക്കണം, ഇതിൽ കൃത്യമായിട്ട് കിട്ടും. യെസ്, ഈ പറഞ്ഞിരിക്കുന്ന എ വി സി കർവ് ടച്ച് ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഷോർട്ട് റണ്ണിൽ ഉണ്ടാകുന്നത്. ആ സമയത്തെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യൂ എന്ന് പറഞ്ഞത്, ആ സമയത്തെ പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രീ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇ എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ആകെ വരച്ച് പഠിക്കേണ്ട കാര്യം. വളരെ സിമ്പിളാണ്, ചെയ്ത് പഠിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും വണക്കം. ബൈ.